കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. പി.ജെ. ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യത്തിൽ കെ.എം. മാണി മറ്റ് നേതാക്കളുടെ അഭിപ്രായം തേടുന്നുണ്ട്. ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന അഭിപ്രായവും മാണി ഗ്രൂപ്പിൽ സജീവമാണ്. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഇന്നൊരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണോ പ്രതീക്ഷിക്കപ്പെടുന്നത്? പിളർപ്പിലേക്കൊന്നും പോകാത്ത രീതിയിൽ പ്രശ്നം രമ്യമായി പരിഹരിക്കപ്പെടാനുള്ള സാധ്യത എത്രമാത്രമാണ്? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രഖ്യാപനം ഉണ്ടാകുമെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ഇക്കാര്യത്തിൽ കേരള കോൺഗ്രസിന്റെ വിവിധ നേതാക്കളുമായി കെ.എം. മാണി ആശയവിനിമയം ഇന്നലെ മുതൽ തന്നെ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ജോസ് കെ മാണി ആണ് ഇക്കാര്യത്തിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നത്. അവരെയൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ ശേഷം ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് 3 മണിയോടുകൂടി ഒരുപക്ഷെ പ്രഖ്യാപനം ഉണ്ടായേക്കും എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിളർപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ ഇനി അതായത് തെരഞ്ഞെടുപ്പ് ഇത്രയും പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനി അതിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. മാത്രമല്ല UDF നേതൃത്വവും കെ.എം. മാണിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന അഭിപ്രായം തന്നെ പി.ജെ. ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന അഭിപ്രായം പങ്കുവെച്ചു കഴിഞ്ഞ സാഹചര്യം കൂടിയുണ്ട്. ആ സമ്മർദ്ദം കൂടി നിലനിൽക്കുന്നതിനാൽ പി.ജെ. ജോസഫിന് അപ്പുറത്തേക്ക് ഒരു ചിന്തയിലേക്ക് എന്തായാലും കെ.എം. മാണി എത്താൻ സാധ്യതയില്ല. എന്തായാലും ഈ വൈകിയ വേളയിലും ഈ മാണിയെ കണ്ട് അല്ലെങ്കിൽ ജോസ് കെ മാണിയെ കണ്ട് തങ്ങളുടെ സ്ഥാനാർത്ഥിത്വത്തിനുള്ള താല്പര്യങ്ങൾ കെ.എം. മാണിയുമായി ബന്ധപ്പെട്ട നേതാക്കൾ ഇതിനകം തന്നെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവർ ജോസഫിനെ വെട്ടാനുള്ള നീക്കങ്ങളും സജീവമായി നടക്കുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ ഏതാണ്ട് ജോസഫിലേക്ക് എത്തി എന്ന വ്യക്തതയാണ് നമുക്ക് ലഭിക്കുന്നത്. ജി ശ്രീജിത്താണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.